കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഒന്നും കൂടെ കൂടുവാൻ കർത്താവ് തന്ന ഈ സാവകാശത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവസ്നേഹത്താൽ സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശുദ്ധ യോഹന്നാൻസിലെ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ആ വചനം ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകളിൽ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് എന്താണ് ഇഷ്ടം? നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടാനുസരണമാണ് നമ്മൾ ചോദിക്കേണ്ടത്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവിൻ്റെ വചനം എപ്പോഴും സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഞാനത് അനുഭവിച്ചറിയുന്നതാണ്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തരുന്ന നന്മകൾ, അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കാൻ വളരെ ആഗ്രഹമാണ്. പക്ഷേ ഇതിൽ ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്ക് മാസങ്ങളോളം, ദിവസങ്ങളോളം, വർഷങ്ങളോളം വചനം പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. കാരണം അത്രത്തോളം കർത്താവ് എൻ്റെ മേൽ ചൊരിയുന്ന കരുണയ്ക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി എൻ്റെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മക്കളായി മാറാം. ഇഷ്ടമുള്ളത് ചോദിക്കുമ്പോൾ നമുക്ക് ദൈവം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ തരും? ഏതവസ്ഥയിൽ തരും? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിൽ വസിക്കുകയും കർത്താവിൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ യേശുവിൽ നിലനിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മളെപ്പോഴും യേശുവിൻ്റെ കൂടെ ആയിരിക്കണം, യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കണം. അങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി മുന്നേറാം. ദൈവം നമുക്ക് തരുന്ന നന്മകൾ നമുക്ക് മറ്റുള്ളവർക്ക് വിളമ്പി കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാത്രം ഭക്ഷിച്ച് തൃപ്തരായാൽ പോരാ, നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ ദൈവം എനിക്ക് തരുന്ന നന്മകൾ നിങ്ങളുമായി പങ്കുവെക്കാനും നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാൻ മുന്നേറുന്നു. അതിനായി ഞാൻ യത്നിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഓർത്ത് ഞാനും പ്രാർത്ഥിക്കും. ദൈവം നമ്മളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, നമുക്ക് വേണ്ട എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ എല്ലാം അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ വചനം കേൾക്കുകയും പ്രാർത്ഥന കേൾക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണേ യേശുവേ. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലും വീടുകളിലും രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ബന്ധുമിത്രാദികളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും നിറയുവാൻ തക്കവിധം കർത്താവ് അനുഗ്രഹിക്കണമേ. പിതാവേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത് എല്ലാവരും ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യ കരത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ദൈവ മക്കളെ അങ്ങയുടെ പൊന്നോമന കരങ്ങളിൽ തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി തരുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതി.